ഇനിയിപ്പോൾ ബിഗ് ബോസിന്റെ കാര്യത്തിലോട്ട് തിരിച്ചു മടങ്ങി വരുന്ന സമയത്ത് ഇത് സ്ക്രിപ്റ്റഡ് ആണോ? ഒരിക്കലും സ്ക്രിപ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഔട്ട്ലൈൻ ഉണ്ട്, ഷോക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ബിഗ് ബോസിലുണ്ട്, അൻസിഫ് ഉണ്ട്. ഞാൻ കേട്ടത് വെച്ച് അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞത് വെച്ച് എന്നെ തളർത്താനായിട്ട് ഒരാളെ ഇടുവോ? ഉറപ്പായിട്ടും. ഇപ്പം നമ്മുടെ അത് മെയിൻലി പറഞ്ഞു വരുമ്പോൾ കുറെ പേര് പറയുന്ന ഒരു സംഭവമാണ്, ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ആങ്കർ, ഒരു RJ, ഒരു സിംഗർ, അങ്ങനെയല്ല. അവര് നോർമലി ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല പല വ്യക്തിത്വങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് വെച്ചിട്ടുള്ള വിളിക്കും. അപ്പൊ അവരവിടെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫൈനൽ സെലക്ഷൻ നടക്കുമ്പോൾ ഓരോരുത്തരും ഓരോ വ്യക്തിത്വമാണെങ്കിൽ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ. ഒരേപോലത്തെ സ്വഭാവമുള്ള രണ്ടുപേരെ ഇന്ന് വരെ നമ്മൾ ബിഗ് ബോസ് കണ്ടിട്ടില്ല, കാണത്തുമില്ല. ഇപ്പൊ മീൻസ് ഇപ്പൊ നമ്മുടെ കേസിൽ നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ വേവ് ലെങ്ത് ചിന്തിക്കുന്ന ആളാണ്. നമ്മൾ രണ്ടുപേരുടെ ഒരു സീസണിന്റെ ഓഡിഷന് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും സെലക്ട് ആവുകയാണെങ്കിൽ ഒരാൾ മാത്രമേ. അത് ഏതൊക്കെ കാറ്റഗറിയാണ് വരുന്നത്? ഇപ്പം കാറ്റഗറൈസ് ചെയ്യുന്നത് നമ്മൾ ഈ റിവ്യൂവേഴ്സും പ്രേക്ഷകരോട് ഇരുന്നിട്ടാ. അവര് ഫൈനലൈസ് ആവുന്ന കുറച്ച് ആൾക്കാരുടെ പേര് പറയും, അവർക്കൊരു ജോലി ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ, അതിന് നമ്മളെടുത്ത് തിരുത്തി കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് ഇപ്പം ജിൻഡോ കയറുന്നു, റോക്കി കയറുന്നു, അപ്പം റോക്കിയോട് പറയുമോ ഇതിന്റെ ക്രൂവ് ജിൻഡോയ്ക്ക് ഇട്ട് പണി കൊടുത്തോണം, ഇത്ര ദിവസം ദേഷ്യപ്പെട്ട് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു കൊടുക്കുവോ? ക്യാരക്ടർ കൊടുക്കുവോ? ഓരോരുത്തർക്ക് ക്യാരക്ടർ കൊടുക്കില്ല. പക്ഷെ അവരുടെ മൈൻഡിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കേസ് വെച്ച് പറയുക, ഞാൻ ബിഗ് ബോസിൽ പോകാൻ മാത്രം വലിയ ആളൊന്നുമല്ല, എന്നാലും ഇപ്പൊ എന്റെ കേസ് വെച്ച് പറയാനാണെങ്കിൽ എനിക്കൊരു 10-22 വയസ്സായി. അപ്പം അവരിപ്പോ ഇന്റർവ്യൂ നടക്കുമ്പോൾ തന്നെ ചോദിക്കും, പ്രണയം ഉണ്ടോ, പ്രണയത്തിലാണോ, എന്താണ് നമ്മുടെ കറന്റ് സ്റ്റാറ്റസ് അവർ മനസ്സിലാക്കും. ഇപ്പൊ ഞാനൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഇവൻ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കോഴി പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഒന്ന് പ്രണയിക്കാൻ കണക്കിനുള്ള ഒരു ലെവലിൽ, അല്ലെങ്കിൽ ഒരു താന്തോന്നി പോലെ ഒരു 10-22 വയസ്സായ ഒരു ആൺകുട്ടിക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണോ അയാൾ കാണിക്കുന്നത്, അതിനകത്ത് ഏത് ക്യാരക്ടറാണ് എന്റെ ഉള്ളിലുള്ളതെന്ന് അവർ മനസ്സിലാക്കും. ആ ക്യാരക്ടർ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇന്നാവും, അവർക്ക് വേണ്ട ക്യാരക്ടർ കൊടുക്കണം ഞാൻ, അപ്പൊ നമ്മൾ ഇന്നാവും. ഈ ഒരു ബിഗ് ബോസിന്റെ ഓഡീഷന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് സെൽഫ് ഇൻട്രോ ആയിരിക്കും. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് പറയുക, അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വൈ യു ആർ ചൂസിങ് ബിഗ് ബോസ്, എന്തുകൊണ്ട് നമ്മൾ ബിഗ് ബോസിനെ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം അവർ ചോദിക്കുന്ന വൈ ഷുഡ് വി ചൂസ് യു ആസ് എ കണ്ടസ്റ്റന്റ്, നമ്മൾ എന്തിന് നിങ്ങളെ ചൂസ് ചെയ്യണം കണ്ടസ്റ്റന്റ് ആയിട്ട്, നിങ്ങൾക്ക് അതിന് മാത്രം എന്താണ് ഉള്ളത്, ഇനി നിങ്ങൾ അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, എന്ത് ഇമ്പാക്റ്റാ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ 4 നമ്മൾ എന്തെല്ലാം ഉത്തരം പറയുന്നു അതിൽ പിടിച്ചായിരിക്കും അടുത്ത ചോദ്യങ്ങൾ വരിക. ഇവർക്ക് ഈ ദേശീയക്കാരെയാണോ വേണ്ടത്? അങ്ങനെയല്ല, പക്ഷെ മെയിൻലി ഈ ബിഗ് ബോസിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ആഗ്രഹം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ. അപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ തൊട്ട് ഒരു അയൽവക്കത്ത് ഒരു വഴക്ക് നടക്കുമ്പോൾ തന്നെയല്ലേ നമ്മൾ എത്തി നോക്കുന്നത്. അവർക്ക് ഒരു 5 രൂപ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തിരിഞ്ഞു നോക്കത്തില്ല. വഴക്ക് നടക്കാൻ നമ്മൾ എത്തി നോക്കും. അപ്പോൾ വഴക്കാളികൾ അവർക്ക് വേണം. പക്ഷെ അതേസമയം ഡാൻസ് ഇഷ്ടപ്പെടുന്നതും പാട്ട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും അവർക്ക് വേണം. ഈ കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിന്റെ ചിന്തകൾ തെറ്റായി എന്ന് തോന്നുന്നുണ്ടോ? വിന്നറിനെ സെലക്ട് ചെയ്യാൻ അവരുടെ കയ്യിലല്ല കാര്യം, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിന്നറിനെ സെലക്ട് ചെയ്യാൻ. പക്ഷെ അതിനകത്തുള്ള കണ്ടസ്റ്റന്റ് ജിൻഡോ കളിച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ജിൻഡോ അതിനകത്തുള്ള ഒരു കളി നടത്തിയിട്ട് തന്നെയാണ് അവിടെ വരെ എത്തിയത്. ഈ ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാൻ എന്ത് അർഹതയുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും ഉത്തരം? ജിൻഡോ ബാക്കിയുള്ളവരെ മൊത്തം മണ്ടന്മാരാക്കി. അയാൾക്ക് അത്രയും കഴിവുണ്ടായിട്ടാണ് അയാൾ എല്ലാവരെയും മണ്ടന്മാരാക്കിയത്. പക്ഷെ അയാളെക്കാർ കഴിവുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും കപ്പുകൾ കിട്ടാനുള്ള ലെവലിലേക്ക് ഓഡിയൻസും ചിന്തിച്ചില്ല. അയാളെ വ്യക്തമായിട്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്തത് അത് അയാളുടെ കഴിവാണ്. അപ്പോഴും ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ വിറ്റത് ജാസ്മിന്റെയും ഗബ്രിയുടെയും കോണ്ടന്റ്, അത് ഉറപ്പാണ്. ഇത് എഗ്രിമെന്റ് ഉണ്ടോ? ഇതിന് എഗ്രിമെന്റ് ഉണ്ട്. കാരണം ഈ ഷോ നടന്നതിന് 1 വർഷം വരെയും നമ്മൾ ഈ ഷോയെ കുറിച്ച് ഒന്നിട്ടും പറയാൻ പാടില്ല, അങ്ങനെ എന്തോ ഒക്കെ എഗ്രിമെന്റ്സ് ഉണ്ട്. കാരണം ഇവരുടെ പേയ്മെന്റ്സ് ഫുള്ള് ഏതുകൊണ്ട് ഒരു 80% പേയ്മെന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. 20% പേയ്മെന്റ് അവിടെ ബാക്കി നിർത്തും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേയ്മെന്റ് കിട്ടത്തില്ല. ഇതുവരെയുള്ള സീസണിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് മേടിച്ചിട്ട് കണ്ടസ്റ്റന്റ് ആരായിരിക്കും? നോബി ആയിരിക്കാം ഒരു പക്ഷേ, മേ ബി. എത്ര രൂപ മേടിച്ചിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടുള്ളതാണ്, എനിക്കറിയില്ല. ആ സമയത്ത് നോബി ചേട്ടാക്ക് വരുന്ന സമയത്ത് എന്താ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന സമയമാണ്. ഏതാണ്ട് 1 lakh വരെ ഡെയിലി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് വിന്നറിന് കിട്ടിയതിനേക്കാളും എമൗണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ഒരു ദിവസം 1 ലക്ഷം രൂപ. അങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. പിന്നെ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിറയെ വീഡിയോസ് ഉണ്ട്, അറിയില്ല, കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ വിവരങ്ങളുടെ കൂട്ടത്തിൽ അറിയുന്നതാണ്, എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല. ഈ വോട്ടിങ്ങിന്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെ ആയിരിക്കും? അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഒരു ഏജൻസിയാണ് നോക്കുന്നത്, ഒരു അമേരിക്കൻ ഏജൻസി ആണെന്നൊക്കെ കഴിഞ്ഞ സീസണിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞു. ജെനുവിൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി എനിക്ക് വിശ്വാസമില്ല, തമിഴും വിശ്വാസമില്ല, മലയാളം ഇതുവരേക്കും ഓക്കെയാണ്. ഇനിയുള്ള കാര്യം അറിയില്ല. ഇതുവരെയുള്ള സീസണിൽ 6 വരെ എടുത്ത് നോക്കുമ്പം
ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും? രഞ്ജിനി ഹരിദാസ്. ഇഷ്ടപ്പെടാൻ കാരണം ഇപ്പോ രഞ്ജിനി എങ്ങനെ ഇന്നും രഞ്ജിനി എങ്ങനെയാണോ നിൽക്കുന്നത് അന്നും അത് തന്നെയാണ്. അതുപോലത്തെ കണ്ടസ്റ്റൻസും ഇനി വരില്ല. മീൻസ് ഇപ്പൊ സീസൺ 1 ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടസ്റ്റൻസിന് എടുത്താല് സാബു, ദിയാസന, രഞ്ജിനി, ശ്വേത മേനോൻ, അരിസ്റ്റോ സുരേഷ്, ഷിയാസ് കരീം, ഇവരൊക്കെ സ്റ്റിൽ ഇപ്പോഴും അതുപോലെയാണ്. കാരണം അന്ന് വരുമ്പോ എന്ത് ബിഗ് ബോസ് ഏത് ബിഗ് ബോസ് ഇവർക്ക് അറിയില്ല. അപ്പൊ ഇവർക്ക് ഇവര് വരുന്നു, ഇവര് ജീവിക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ ഗെയിമും കളിക്കുന്നു. സീസൺ 2 മുതൽക്ക് ആളുകൾ ഇതെല്ലാം കണ്ടു പഠിച്ചു വരുമ്പോഴത്തേക്കും അതിൽ മാറ്റം വരും. അപ്പം അതിനകത്തുള്ള എല്ലാവരും റിയൽ ജെംസ് ആണ്. അതിനകത്ത് രഞ്ജിനി, എനിക്ക് പേഴ്സണലായിട്ട് രഞ്ജിനിയെ ഒരു എന്താ പറയാ, രഞ്ജിനി എല്ലാവരെയും മുഖത്ത് നോക്കി എന്ത് കാര്യം പറയുന്നതായതുകൊണ്ട് ഇപ്പൊ രഞ്ജിനിയുടെ ഒരു വീഡിയോ തന്നെ വൈറലായി. രഞ്ജിനിയുടെ വീഡിയോ എടുക്കുന്ന ആളെ രഞ്ജിനി വീഡിയോ എടുത്തു. ഇനിയിപ്പോ സീസണിനെ പറ്റി പറയുമ്പോൾ തന്നെ അഖിൽമാരാരുടെ ഗെയിം ഇഷ്ടമായിരുന്നോ? അഖിൽമാരാരുടെ ഗെയിം ഇഷ്ടമായിരുന്നു, ഉറപ്പായിട്ടും അത് ഇഷ്ടമായിരുന്നു. പക്ഷെ അതിനകത്ത് കുറച്ചും കൂടി സംഭവങ്ങൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അഖിൽമാരാർ ജയിക്കാനുള്ള എല്ലാ സംഭവങ്ങളും പുള്ളി അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പുള്ളിയും ഒരു മൈൻഡ് ഗെയിമറാണ്. പക്ഷെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നമുക്ക് അതിൽ കാണാൻ പറ്റിയില്ല. കാരണം ഓപ്പോസിറ്റ് ശോഭാ വിശ്വനാഥ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ജുനൈസ് ചെറിയൊരു സപ്പോർട്ടും. ഈ 6 വരെയുള്ള സീസൺ എടുക്കുകയാണെങ്കിൽ അഖിൽമാരാറിന് പറ്റിയ എതിരാളി ആരായിരിക്കും? സാബുമോൻ. സാബുമോനെ ഇടണമായിരുന്നു. ഉറപ്പായിട്ടും. ഒരുപക്ഷെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് സീസൺ 1 തൊട്ട് 6 വരെ എടുക്കുമ്പോൾ ആരൊക്കെ ഒരു ഹൗസിൽ വരണം? എന്റെ ഒരു ഞാൻ സാധാരണ ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ചിലപ്പോൾ മലയാളത്തിൽ അത് വന്നേക്കാം. അതിനകത്ത് പൊതുവെ വിന്നാസിനെ എടുക്കാറില്ല. എന്നാലും ഞാൻ എന്റെ ഒരു വിന്നാസിനോട് ചേർത്ത് പറയുക, സാബുമോൻ ഉറപ്പായിട്ടും ആ സീസണിൽ ഉണ്ടാവണം. സീസൺ 1 നിന്ന് സാബുമോൻ, രഞ്ജിനി, ദിയാസന. സീസൺ 3 നിന്ന് ഞാൻ റംസാനെ പറയും. സീസൺ 4 നിന്ന് റിയാസ്, ലക്ഷ്മിപ്രിയ, ജാസ്മിൻ. റോബിൻ ഇനി ഒരു അവസരം കൊടുക്കുമോ എന്ന് എനിക്ക് അറിയില്ല. കൊടുക്കണോ? കൊടുത്തേക്കാം, ഞാനല്ലല്ലോ കൊടുക്കുന്നേ, എന്നാലും കൊടുത്തേക്കാം. റോബിൻ. സീസൺ 5 നിന്ന് അഖിൽമാരാർ, ശോഭ, പിന്നെ വിഷ്ണു ജോഷി, നാദിറ. സീസൺ 6 നിന്നും ജാസ്മിൻ ജാഫർ, പിന്നെ ആരുണ്ട്? ഗബ്രി വൺ ഓഫ് ദ സൂപ്പർ പ്ലെയർ ആണ്. പിന്നെ സിബിന് കൊടുക്കാം. സിബിനും കൊടുക്കാം ഉറപ്പായിട്ടും. ആര്യ പറയാൻ വിട്ടുപോയി. സീസൺ 2 ആര്യ സിബിന് ഒരുമിച്ച് വരട്ടെ. വരട്ടെ, ഒരു പ്ലെയർ ആയിട്ടൊന്ന് കളിക്കട്ടെ. ആര്യ ഇത് വന്നാ കത്തും. ഉറപ്പായിട്ടും നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഔട്ടായിരിക്കും വരുന്നത് അല്ലേ? വരുമായിരിക്കാം ചിലപ്പോ. ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആരായിരിക്കും അൻസിഫിന്? ബിഗ് ബോസ് മെറ്റീരിയൽ ഒരാളുടെ ഒരു നിസാര ഒരു പ്രവൃത്തി കൊണ്ട് ഇഷ്ടപ്പെടാതെ പോയതാണ് അസീറോക്കി. അസീറോക്കിയെ ഭയങ്കര സൂപ്പർ പ്ലെയർ ആയിട്ട് ടോപ്പ് 3 ആദ്യത്തെ ഒരു വീക്ക് ആയിരുന്നെങ്കിലും പിന്നെ കയറി വരായിരുന്നു. പിന്നെ കയറി വരുന്നപ്പോഴത്തേക്കും ആ ഒരു ഇതിലിടയിൽ പിന്നെ പോയി. പുള്ളിക്കാരൻ നല്ലൊരു പ്രൊഫൈലൊക്കെ വരേണ്ട ഒരാളായിരുന്നു. അതെ, നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ സുഖമായിട്ട് കയറി വന്നേനെ. കാരണം 100 ദിവസത്തെ ഡ്രസ്സ് വരെ പാക്ക് ചെയ്തുകൊണ്ടാണ് അതിനകത്തേക്ക് പുള്ളി പോയത്. ഒരു ബിഗ് ബോസിലോട്ട് ഒരു കണ്ടസ്റ്റന്റ് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സെലക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു സിനിമയിൽ അഭിനയിച്ച് കിട്ടാത്ത ഫെയിം കിട്ടും. കാരണം അത്രമേൽ ഒരു വൈഡ് ഓഡിയൻസ് ബിഗ് ബോസിനുണ്ട്. പക്ഷെ ചിലത് തെറ്റിദ്ധാരണയല്ല. അതായത് എന്ത് സംഭവിക്കാം, ഒന്നിയുള്ള ഫെയിം കളഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ രക്ഷപ്പെട്ട് വരാം. അങ്ങനെയുള്ള ഫെയിം കളഞ്ഞിട്ട് വന്ന വ്യക്തികൾ ആരായിട്ടാണ് തോന്നുന്നത്? ഉള്ള ഫെയിം കളഞ്ഞിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മീൻസ് ബിഗ് ബോസിൽ പോയാൽ എത്ര പറഞ്ഞാലും ഫെയിം ആണ്. ഇത് നെഗറ്റീവിലേക്ക് മാറുന്നോ എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് വരുന്നത്. ഉള്ള ഫെയിം ആർക്കും പോവില്ല, എല്ലാവർക്കും ഫെയിം കൂടത്തേ ഉള്ളൂ. ഉള്ള ഫെയിം നെഗറ്റീവിലേക്ക് പോയ ഒരാളാണ് ഇപ്പൊ സീസൺ 6 എടുത്ത് പറയണമെങ്കിൽ ജാസ്മിൻ ഒത്തിരി നെഗറ്റീവിലോട്ട് പോയി. പക്ഷെ ഇത് കാലക്രമേണ ബിഗ് ബോസ് ആണ്, ഇപ്പൊ ഓക്കെ ആയി. ഇപ്പൊ സീസൺ 5 എടുത്ത് നോക്കുകയാണെങ്കിൽ ശോഭ വിഷം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതും ഒരുവിധം ശരിയായി വരുന്നു. സീസൺ 4 ജാസ്മിൻ ഓരോ സീസണിലും പെൺകുട്ടികൾക്കാണ് കൂടുതലും ഈ പറയുന്ന കണക്ക് നെഗറ്റീവ് വരുന്നത്. പക്ഷെ അൻസിഫ് ഒരു വീഡിയോയിൽ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഇനിയുള്ള സീസൺ 8 മുതൽ എടുത്ത് നോക്കിയാൽ പെൺകുട്ടികളുടെ എണ്ണം കുറയുമോ? കുറയും. അത് പറയാൻ കാരണം ഇപ്പോഴത്തെ ലെവലിലാണ് ഓഡിയൻസ് ഇത് കാണുന്നതെങ്കിൽ കേരള ജനത മാറാതെ ഇങ്ങനെ തന്നെ ഇതൊരു ഷോയാണ്, ഒരു ഷോ ആയിട്ട് കാണുക. അല്ലാതെ ഇവർക്ക് പുറത്തൊരു ബന്ധമുണ്ട്, ഇവളകത്ത് വന്ന് ഇന്ന ആളെ നോക്കുന്നു, കണ്ണടയ്ക്കുന്നു, കണ്ണിറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത്ര നിസ്സാരമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ കയ്യില്ലാത്ത ഡ്രസ്സ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ആൾക്കാർ പിന്നെ എത്രയൊക്കെ പറഞ്ഞാൽ അവരുടെ ലൈഫ് അല്ലേ വലുത്, അവർ പിന്നെ പോകൂല. അവർ കുറച്ചു കാലം കൂടിയൊക്കെ നോക്കും. ഇപ്പോ ഇതിനേക്കാൾ തകിടം പറഞ്ഞിരിക്കുന്ന ബിഗ് ബോസ് തെലുഗു ആണ് എന്റെ ഓർമ്മയിൽ. തെലുഗു 7-8 സീസൺ കഴിഞ്ഞു, ഇതുവരെ ഒരു ഫീമെയിൽ വിന്നർ ഇല്ല. അതെന്തുകൊണ്ടില്ല? അതിന് ഞാൻ തെലുഗു ഫോളോ അപ്പ് ചെയ്യാറില്ല. എനിക്ക് തെലുഗു മനസ്സിലാവില്ല, അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഫോളോ അപ്പ് ചെയ്യാത്തത്. പക്ഷെ ഭയങ്കര സൂപ്പർ സാധനമാണ് തെലുഗു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും സൂപ്പർ ബിഗ് ബോസ് തെലുഗു ആണ്.
ഏതെങ്കിലും കണ്ടസ്റ്റന്റുകൾ ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നീ കാണിച്ച തെമ്മാടിത്തരമായി പോയടാ, ഇനി മേലെ ഇനി എന്നെ പറ്റി പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോ കുറെ റിവ്യൂവേഴ്സ് ഉണ്ടെങ്കിലും ഇപ്പോ നമുക്കറിയാം മെയിൻ ആയിട്ട് നിൽക്കുന്ന 4-5 റിവ്യൂവേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്ന പലരും ഉണ്ട്, മുഖം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നവരുണ്ട്. മുഖം കാണിക്കാത്തവർക്ക് പ്രശ്നമില്ല, ഇവർ ആരെന്നൊന്നും അറിയാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ കണ്ടസ്റ്റൻസിനെ കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ പോയി നിന്നാൽ പോലും അവർക്ക് അറിയണമെന്നില്ല. മുഖം കാണിച്ച് ചെയ്യുന്ന 1, 2, 3 വ്യക്തിത്വങ്ങൾ മാത്രമേ പ്രധാനമായിട്ട് ഇപ്പോൾ ഉള്ളൂ. ഇവരൊക്കെ പല പല വ്ളോഗുകളും മുന്നത്തെ സീസണുകളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സീസണുകളിൽ കണ്ടസ്റ്റൻസുമായിട്ടുള്ള വ്ളോഗുകൾ വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? കാരണം ഒരു കണ്ടസ്റ്റന്റിനെ പറയാന്നുള്ളതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു എത്രയൊക്കെ പറഞ്ഞാലും അവരൊരു ഗെയിം ഷോയിലാണ്, ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് പറയാം, മാന്യമായ രീതിയിലും പറയാം, നമുക്ക് റീച്ച് ഉണ്ടാക്കാന്നുള്ള ലെവലിലും പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരിത് അറിയുന്നുണ്ടാവില്ല. അവരുടെ ഫാമിലി ഉറപ്പായിട്ടും നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അതെ, ഞാൻ സീസൺ 6 എല്ലാ കണ്ടസ്റ്റൻസുമായിട്ടും ഇപ്പോഴും കണക്റ്റഡ് ആണ്. ഒരു ഹായ് ബൈ ബന്ധമെങ്കിലും ഉണ്ട്. ഞാൻ വിമർശിച്ചിട്ടുള്ളവരാണ്, അവരുടെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്.